കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന നവി മുറിയിലിരിക്കണ സമയത്ത് ജലജ അങ്ങോട്ട് കയറി വരുവാണ്. ജലജ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനടി എന്നെ വിളിക്കണേന്ന് ചോദിക്കോ. ഞാൻ വെറുതെ ഇന്ന് കാണാൻ വേണ്ടി വിളിച്ചാ. എപ്പം നോക്കിയാലും നിനക്ക് ഈ വിളി മാത്രമുള്ളല്ലോ. അല്ല, നിനക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചാൽ എന്നെ കുഴപ്പം, ഈ ഫോണിനകത്ത് ഇതിനെ എപ്പോഴും എപ്പോഴും വിളിക്കണേ. ഇത്ര വലിയ വീട്ടിനകത്ത് ഞാൻ ഇവിടെ കിടന്ന അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കേൾക്കുവോ? അമ്മ കേൾക്കത്തില്ല. അമ്മ ഏതേലും മുറിയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ഫോണിനകത്ത് വിളിച്ചേ. എപ്പോഴും അവൾക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. ഗർഭിണി ആയപ്പോ തുടങ്ങിയ കാര്യമാ. മനുഷ്യ ഒരു സമാധാനം തരുന്നില്ല. ഈ സമയം നവ്യ പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശി എന്താ പറഞ്ഞേ? എന്നെ പൊന്നു പോലെ നോക്കണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതെന്താ, നിനക്ക് പറഞ്ഞ അനുസരിക്കത്തില്ലേ? എന്നെ അങ്ങ് നോക്കിയാ എന്താ കുഴപ്പം? ഓ, ഇനിയിപ്പൊ നിന്നെ പൊന്നു പോലെ നോക്കാത്തന്നെ കുഴപ്പമുള്ളായിരിക്കും. മൂർത്തീസ് ജ്വല്ലറിയുടെ മരുമകളല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇഷ്ടംപോലെ പൊന്നും മുളകൊക്കെ ഉണ്ടല്ലോ, നിന്നെ പൊന്നുകൊണ്ട് അങ്ങോട്ട് മൂടാൻ പറ. ഞാൻ എന്നിട്ട് വന്ന് നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാന്ന് പറയാ. ഓ, വലിയൊരു കോമഡിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് നവി പറയാണ്. പിന്നെ നിന്നെ കൊണ്ട് ഞാൻ അല്ലെ തന്നെ പൊറുതി മുട്ടിയിരിക്കുക. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയത് എനിക്ക് പറ്റില്ല. എപ്പോഴും നിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് വന്ന് ചെയ്യാനായിട്ട്. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു, ഞാൻ മുത്തശ്ശനോട് പറഞ്ഞോളാന്ന് പറയാം. ഈ സമയത്ത് അബി അങ്ങോട്ട് കയറി വരുന്നേ. അബി എന്നിട്ട് എന്താ അമ്മേ പ്രശ്നം, കാര്യം എന്താന്ന് ചോദിക്കണം. കണ്ടില്ലേ, അവൾക്കാണെങ്കിൽ എപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കണം. ഒരു മിനിറ്റ് ഞാൻ എവിടെ ഇരുന്ന് കഴിയുമ്പത്തിന് ആ സെക്കൻഡ് വിളി വരും. വന്നിട്ട് അത് ചെയ്തതാ ഇത് ചെയ്തതാന്നും പറഞ്ഞോണ്ടിരിക്കും. അങ്ങ് നിലത്ത് കിടക്കുന്ന ഒരു പ്ലാവല പോലും മലത്തി വെക്കില്ലാത്ത സാധനം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അമ്മ എന്ത് ചെയ്യാനാ, ഇവളൊക്കെ ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ. എന്തേലും നല്ല വീട്ടിൽ കഴിഞ്ഞിട്ട് വന്നാണോ? കൂതറ ഫാമിലി അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ്. പെട്ടെന്ന് നവിയാണ്, എന്താ നിങ്ങൾ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, ഒരു നല്ല കാര്യം പറഞ്ഞാന്ന് പറയാം. പിന്നീട് അബിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ അയൺ ടാബ്ലറ്റ് ഇങ്ങ് എടുത്തോണ്ട് ഞാൻ പറയണം പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോവാണ്. പിന്നീട് അയൺ ടാബ്ലറ്റ് അങ്ങ് എടുത്തോണ്ട് കൊടുത്തു. ആ ബോക്സ് അങ്ങ് എടുത്തോണ്ട് കൊടുക്കുക. നവ്യ ബോക്സ് മടിച്ച് അതിനകത്ത് ടാബ്ലറ്റ് എടുത്തു. പിന്നീട് ആ തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയിട്ട് ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. എന്താ കാര്യം എന്താ? ഇതിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാളോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ? പെട്ടെന്ന് അബിയും ചെലജും പരസ്പരം നോക്കുക. നവ്യ ഫോൺ അങ്ങോട്ട് ഓണാക്കി. പിന്നീട് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന്റെ ആ വീഡിയോ അങ്ങോട്ട് പിടിക്കുക. അതിനുശേഷം അവരുടെ കയ്യിലേക്ക് ആ മെഡിസിൻ അങ്ങോട്ട് കൊടുത്തു. നോക്ക്, ഞാൻ പറഞ്ഞ തെറ്റാണ് ശരിയാണെന്ന് നോക്കാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും മേടിച്ച് അത് മാറി മാറി നോക്കുവാണ്. ഈ സമയത്ത് അതെല്ലാം നവ്യ വീഡിയോ പിടിച്ചു. ഉണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാന്ന്. ഓഹോ, അപ്പൊ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ടിരുന്ന രണ്ടിന്റെ ശ്രമമല്ലേ ഇത്. ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അഭിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുവാണ്. എന്ത് പരിപാടിയാന്നോ, ഞാൻ കാണിച്ചു തരാം. പിന്നീട് നവ്യ പറയാം, ഇങ്ങ് നോക്കൂ കൂട്ടുകാരെ, ഇങ്ങ് നോക്കിയേ, എന്റെ അമ്മായിമ്മയും എന്റെ ഭർത്താവും അത്. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇവര് ശ്രമിച്ചോണ്ടിരിക്കുക. ഇപ്പൊ കണ്ടില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഗുളിക തന്നിട്ട് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ട് ശ്രമിക്കുന്നേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ ഇതൊരു തെളിവായി കണ്ട് എല്ലാരും ഇത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നബി ഒരു പോസ്റ്റ് അങ്ങ് ഉണ്ടാക്കുവാണ്. ഇത് കണ്ടതും പെട്ടെന്ന് അബി ഒരു, നബി നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ? പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടേ അതിനൊക്കെ തെളിവ് വേണ്ടേ? നിങ്ങൾ എനിക്കറിയാം കാല് വരുന്ന ടൈപ്പുകളാണ്, പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. ജലജ പറഞ്ഞു, നവ്യ നീ ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുതല്ലേ. എടാ അബി, നീ ഒന്ന് ഇന്ന് പറയടാ അവളോടൊന്ന് പറയണം. നവ്യെ എന്താ നവ്യെ കാണിക്കണമെന്ന് ചോദിക്കാം. എന്നൊരു കാര്യം ചെയ്യാം, അതെ ഇത് ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്തില്ല, ഇതിന്റെ ഫോണിനകത്തിരിക്കട്ടെ. തൽക്കാലം നീ എന്റെ കാലം തിരുമ്പി തരാൻ പറയണം. കാലോ? ഞാനോ? പിന്നല്ലാതെ നാട്ടുകാർ വന്ന് തിരുമോ? നന്നായിട്ട് അങ്ങോട്ട് തിരുമാൻ പറയണം. ഈ സമയം ജലജയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു തരാൻ പറയണം. അങ്ങനെ ജലജ വെള്ളം എടുക്കാനായിട്ട് പോവാം. അപ്പൊ ഈ കാല് തിരുമ്പ. അപ്പൊ അബിയോട് പറഞ്ഞു, ഇങ്ങനെ തിരുമ്മിയിട്ട് കാര്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തിരുമണം. നീ എന്നോടുള്ള ദേഷ്യം വെച്ച കാലും കൈ തിരുമണമെന്ന് എനിക്ക് മനസ്സിലായി. ആ തിരുമല് വേണ്ടാന്ന് പറയണം. അബിക്ക് മനസ്സിലായി പെട്ടെന്നുള്ള കാര്യം. പിന്നീട് ജലജ വെള്ളമൊക്കെ ആയിട്ട് വരുവാണ്. വെള്ളമൊക്കെ മേടിച്ച് നവി കുടിച്ചോണ്ടിരിക്കുക. ഈ സമയം ജലജ മനസ്സിൽ പറഞ്ഞു, അതേ കാലം നീ ഇങ്ങനെ ഇരിക്കില്ലടി, നിനക്കിട്ടുള്ള പണി ഞങ്ങൾ തന്നിരിക്കുമെന്ന്. പിന്നീട് മൂർത്തി മുത്തശ്ശൻ ജോഡ്സിനെ വിളിച്ചു വരുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ട് അനിയുടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പൊ എല്ലാം പൂജയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, അതെ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് വിവാഹത്തിനെന്ന് പറയാം. അപ്പൊ മുത്തശ്ശന് ഭയങ്കര ടെൻഷനായിപ്പോയി. പേടിക്കാനൊന്നുമില്ല മൂർത്തി സാറേ, കുറച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്താൽ മതി എന്ന് പറയാം. ആണല്ലേ, എന്ത് പരിഹാരം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്ത് പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. പിന്നീട് പറഞ്ഞു, കുറച്ച് നെല്ലെടുത്തോണ്ട് വരാൻ പറയണം. നയനെ അങ്ങനെ അകത്തേക്ക് നെല്ലെടുക്കാൻ പോവാണ്.
അങ്ങനെ നയന നെല്ലൊക്കെയായിട്ട് വന്നു. നെല്ലൊക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, അതേ ഒരു നെല്ലൊരു ചട്ടിക്കകത്തേക്ക് മൂടിപ്പൊതിഞ്ഞ് വെക്കുവാണ്. 2 ദിവസം കഴിയുമ്പോൾ ഈ നെല്ല് മുളയ്ക്കണമെന്ന് പറയാം. നെല്ല് മുളച്ചില്ലെങ്കിൽ ഈ വിവാഹം നടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് ഈ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശാശ്വതമാവില്ലെന്നാണ് പറയണേ. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും ഒന്ന് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. അത് മാത്രമല്ല, ഞാനിങ്ങനെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ കുടുംബത്തിലേക്ക് വന്ന മരുമക്കള് അസ്വസ്ഥരാന്ന് കണ്ടു. അപ്പൊ അതിന് കുറച്ച് പരിഹാര ക്രിയകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ മതി. ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ട് അതിനെന്തൊക്കെ പരിഹാര ക്രിയകൾ വേണ്ടതെന്ന് തിരുമേനി പറഞ്ഞു തരും. അത് അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞ് ശരിയെന്ന് പറയണം. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പോയി. രാത്രിയാകാൻ വേണ്ടി ജലജ കാത്തിരുന്നു. രാത്രിയായി കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാലും അനിയുടെ കല്യാണം ഒന്ന് മുടക്കിയേ പറ്റുള്ളൂ. അതെന്താ ഒരു വഴി, എങ്ങനെയാലും എന്തേലും ഒന്ന് ചെയ്യണം. ഇതെങ്കിലും വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് ജലജ അങ്ങ് വന്നിട്ട് ഒരു സ്പ്രേ ഇങ്ങെടുത്തു. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നേരെ പോവാണ് മുറിയിലേക്ക്, പൂജാമുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നേ. പൂജാമുറിയിലേക്ക് ഇന്ന് ആരും കാണുന്നുണ്ടോ എന്ന് നോക്കി, ആരും കാണുന്നില്ല. ഇത് തന്നെ പറ്റിയ അവസരം. അങ്ങനെ ചെന്ന് പതുക്കെ ആ നെല്ല് വെച്ചിരുന്ന ആ ചട്ടിയുടെ മൂടെല്ലാം അങ്ങോട്ട് തുറന്നു. അതിനകത്തേക്ക് സ്പ്രേ അങ്ങ് അടിക്കുകയാണ്. അപ്പൊ ജലജ അങ്ങോട്ട് കയറി വരുന്ന അനി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അനി നോക്കി ഇതെങ്ങോട്ടാ ഈ അപ്പച്ചി പോണേന്നുള്ളത് നോക്കുവാണ്. അങ്ങനെ പൂജാമുറി കയറി. സാധാരണഗതി പൂജാമുറി കയറാറില്ലാത്ത ആളോ, പിന്നെ എന്ത് പറ്റി ഭക്തിമാർഗം കൂടിയെന്നുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അനി ആ കാഴ്ച കാണുന്നത്. ആ നെല്ലിനകത്തേക്ക് സ്പ്രേ അടിക്കുന്നത്. കൊള്ളാം, താൻ ചെയ്യേണ്ട പണി അപ്പച്ചി ചെയ്തു. അപ്പച്ചിക്ക് ഇനിയിപ്പം മനസ്സിന് സമാധാനമായി കാണുമായിരിക്കും. കുറച്ച് നാളായി അപ്പച്ചി ഇപ്പോഴിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തൊക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരിക്കും. തനിക്ക് സന്തോഷമായി. ഒരു കാരണവശാലും ആ നെല്ല് മുളയ്ക്കരുത്, മുളയ്ക്കാതിരുന്നാലേ തന്റെ കല്യാണം മുടങ്ങുള്ളൂ. ആ ഒരു ചിന്തയായിരുന്നു അനിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് ചുറ്റും ഒക്കെ നോക്കിയിട്ട് ആരും കാണുന്നില്ല ഒന്ന് ഉറപ്പെടുത്തിയിട്ട് ജലജ മുറിക്കാതെ പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് ജലജയ്ക്ക് ശ്വാസം ഒന്ന് നേരെ വീണേ. ഇത് എനിക്കിട്ടുള്ള നല്ല 8ന്റെ പണിയാന്ന് ജലജയ്ക്ക് അറിയാം. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് തിരുമേനി പറഞ്ഞു, അല്ല പൂജാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഇതൊക്കെ ചെയ്യണമെന്ന്, പരിഹാരക്രിയകളൊക്കെ ചെയ്യണമെന്ന്. മുത്തശ്ശൻ നേരത്തെ മധുരയിലുള്ളതുകൊണ്ട് അവിടുത്തെ രീതിക്കനുസരിച്ചുള്ള കുറച്ച് പരിഹാരക്രിയകളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആദർശ് പറഞ്ഞു, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി തിരുമേനി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയണം. എന്നൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ആദ്യം പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ, പിന്നീട് ആ കുളത്തിനരിയിലേക്ക് വന്നാൽ മതി എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ അവരും കൂടെ പോവാണ്. ഈ സമയത്ത് അബിയോട് നവി പറഞ്ഞു, അബി എനിക്കൊരു കാര്യമുണ്ട്, നീ ഒന്ന് വാ എന്ന് പറയണേ. എങ്ങോട്ട്? നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അമ്പലത്തിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു മാവിന്റെ ചുവടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ എന്താ നീ ഇവിടെ എന്തിനാ വന്നേ? അതെ അബി, എനിക്ക് മാങ്ങ വേണമെന്ന് പറയാം. മാങ്ങ ഇപ്പഴാ? നല്ല കഥയായിപ്പോയി. അതെന്നെ അബി, എനിക്ക് മാങ്ങ വേണം. ഈ സമയത്ത് മാങ്ങയൊക്കെ തിന്നാൻ തോന്നുന്നു, സ്വാഭാവികമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് നോക്കബി എന്ത് മാങ്ങയാ മാവ കിടക്കണേന്ന്. എടി ആ മാങ്ങ അവിടെ നിന്നോട്ടെ, എനിക്ക് മാവ കയറാനൊന്നും അറിയത്തില്ല. മാവ കയറാൻ അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് മാങ്ങ കിട്ടിയാൽ മതി. ഈ മാവ കയറാൻ അറിയത്തില്ലാതെ എങ്ങനെയാ മാങ്ങ പറിക്കണേ? അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മാങ്ങ ഇപ്പം വേണമെന്ന് പറയാ. അവസാനം നിവൃത്തി കിട്ട് കഴിഞ്ഞപ്പം അവർ ശരി ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മാവയിലേക്ക് വലിഞ്ഞു കയറുവാണ്. അങ്ങനെ വലിഞ്ഞു കയറി മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരടാ മാവേ കയറുന്നതെന്ന് പറഞ്ഞിട്ട് ചേട്ടനും കൂടി വരുന്നേ. നീ ആരോട് ചോദിച്ചിട്ടാണ് മാവേ കയറുന്നത്? ഈ മാങ്ങ മൊത്തം ഉണ്ടല്ലോ ഒരു കടക്കാരനെ വിറ്റതാ. അപ്പം അമ്പലത്തിന്റെ പറമ്പിൽ നിൽക്കുന്ന മാവായിരുന്നത്. ഇതിനകത്തുനിന്ന് ഒരു മാങ്ങയാനും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഞാൻ വേണം സമാധാനം പറയാനായിട്ടെന്ന് പറയണം. ദേ നീ ആരോട് ചോദിച്ചിട്ടാണ് മാവേ കയറിയെന്ന് ചോദിക്കുക. താഴെ ഇരിക്കുന്ന അബിയനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അവള് പറഞ്ഞിട്ടാന്ന് പറയണ. നേരാണോ കൊച്ചേ, നീ പറഞ്ഞിട്ടാണോ അവൻ മാവേ കയറിയെന്ന് ചോദിക്കേ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നവ്യം കൂടെ പോയി. ഈ സമയത്ത് ആകപ്പാടെ പെട്ടുപോയി അബി മാവിന്റെ മുകളിൽ ഇരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങി വിടാന്ന് പറയണം. അങ്ങനെ അബീനെ പിടിച്ച് താഴെ ഇറക്കുക. എന്നിട്ട് പറഞ്ഞു, നാണമില്ലാത്തവൻ വന്ന് മാവേ കയറിക്കുന്നു. അല്ല അത് പിന്നെ ഇല്ല, ആ മാങ്ങ എനിക്ക് തരാൻ പറയാണ്. മാങ്ങ കൊടുത്തു. അത് ഒരു മാങ്ങ നീ വെച്ചോ, ഇനി ആ പൈസ ഇങ്ങനെയാണ് മാങ്ങയുടെ. അങ്ങനെ 100 രൂപ മേടിച്ചെടുത്തു. അബിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അബീനെ കാണാൻ വന്നപ്പോൾ നയനയോട് കനകി ചോദിച്ചു, അല്ല അബീനെ കാണുന്നില്ല, അവരെതിലേ പോയി മോളേന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് നവ്യ ഇങ്ങോട്ട് വരുന്നേ. നവ്യ എന്നപ്പോ ചോദിച്ചു, മോൾ ഇത് എതിലൂടെ പോയതായിരുന്നേ? ഒന്നുമില്ലമ്മേന്ന് പറയണേ. നയനിക്ക് മനസ്സിലായി എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിക്കാൻ പോയതാന്നുള്ള കാര്യം. ഈ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. അബി അതിപ്പോ ജല ചോദിച്ചു, നീ എങ്ങോട്ട് പോയതാ? എങ്ങോട്ട് പോകാനാന്നോ, ഇവിടെ ഒരുത്തിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു, അതിന് വേണ്ടി പോയതാ. ഈ സമയത്തോ? പിന്നല്ലാതെ ഈ സമയത്ത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് സമയം കാലം ഒന്നും ഇല്ലല്ലോ.
എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കയറി പറിച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കുമല്ലോ എന്ന് പറയാണ്. പിന്നീട് എല്ലാവരും കൂടെ കുളത്തിനരികിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. കുളത്തിനരികെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂജാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പൂജകളൊക്കെ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു, അതെ കുറച്ച് ചടങ്ങുകളൊക്കെ ഇവിടെ നടത്താനുണ്ട്. കണ്ടോ ഈ തടത്തിനകത്തൊരു വിളക്ക് ഇരിക്കുന്നുണ്ടോ, വാഴപ്പുള വിളക്ക്. ഈ വിളക്ക് ഈ കുളത്തിനകത്ത് ഒഴുക്കണമെന്ന് പറയാം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കും ചെയ്യാം, ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും ചെയ്യാം. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് നവിയോട് പറയണം. അത് കുഴപ്പമൊന്നുമില്ല തിരുമേനിന്ന് കനികയും പറഞ്ഞു. അങ്ങനെ ആദ്യം ഇത് ചെയ്യാനായിട്ട് ആദർശനെ നയനെയും വിളിക്കുകയാണ്. അവർക്ക് മാലയൊക്കെ ഇടാനായിട്ട് മാല കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ജലജ പറഞ്ഞു, എത്ര താലികെട്ട് കഴിഞ്ഞാൽ എത്ര മാലയിടയിൽ കഴിഞ്ഞാൽ വീണ്ടും അതെ താലി കെട്ടും മാലയിടയിലും തന്നെയെന്ന് പറയാണ്. അങ്ങനെ തിരുമേനി മാല എടുത്തു കൊടുത്തു. മാല നേരെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിനും ആദർശം വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്തിനാ തങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ പരസ്പരം അവര് മാലയിടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.